മണിക്കൂറുകളോളം നിൽക്കുക വിയർത്തൊഴുകി ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റത്തില്ല, ബസ് കാത്തു നിൽക്കാനും പറ്റുന്നില്ല. ആ ബസ് റിവേഴ്സ് എടുത്തിട്ട് വേണം പോവാൻ. ഇന്നലെ എത്ര അപകടം നടന്നറിയാവോ? ബസ് അപകടം നടന്നല്ലേ? ഇന്നലെ ഞാൻ 2-3 എണ്ണത്തിന് പൊക്കിയെടുത്ത്. ഏവർക്കും ഹരിപ്പാഡൻസിലേക്ക് സ്വാഗതം. NHന്റെ പണികൾ നടക്കുകയാണ്, എല്ലാവർക്കും അറിയാം. 6 വരിപ്പാതയുടെ പണികൾ നടക്കുകയാണ്. ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ട്രാഫിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. ഈ 2 ഭാഗത്തും നിരവധി അപകടങ്ങൾ ചെറുതും വലുതുമായിട്ട് നടക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ സ്റ്റിക്കറുകളും ഇതൊക്കെയും അവിടെ വെച്ചിട്ടുള്ളൂ. മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ചില അപകട സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഹരിപ്പാട് ടൗണിലാണ്. ഇവിടെ ഹൈവേയുടെ പണികളൊക്കെ ഇവിടെ ഇങ്ങനെ വേണ്ട കുറേ ബ്രേക്സ്, വലിയ ബ്രേക്സൊക്കെ ഇറക്കി വെച്ചേക്കുകയാണ്. ഇവിടെ ഒരു ക്രെയിൻ കിടപ്പുണ്ട്. ഇവിടുത്തെ പണികളൊക്കെ മന്ദഗതിയിലാണെന്ന് വേണം പറയാൻ. ടൗണിലെ പണികളെ ഇപ്പോൾ ഇവിടുത്തെ 2 സൈഡിലെ ഓടകളൊക്കെ ചിലയിടത്തൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ഭയങ്കര പുതിയ സിസ്റ്റമൊക്കെയാണ്. അതിപ്പോൾ ബസ് തിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു KSRTC വരുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. തിരിയുകയാണെങ്കിൽ നമുക്കതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഈ ടൗണിലെ പണികളാണ്. ഇവിടെയൊക്കെ ഓടയൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വരുന്ന വണ്ടികൾക്ക്, ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഇവിടെയൊക്കെ എത്ര ആൾക്കാർ മിനിറ്റുകൾക്ക് ഒക്കെ ഇങ്ങനെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ആംബുലൻസ് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ NHAIയുടെ പണികൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന കമ്പനികൾ ചെയ്തില്ലെങ്കിൽ വൻ അപകടങ്ങളാണ് ഇവിടെ പതിയിരിക്കുന്നത്. അതുപോലെ മാധവ ജംഗ്ഷനിൽ തെക്കോട്ട് നങ്ങിയാർകുളങ്ങരയൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോകുന്നുണ്ട്. ഫുട്പാത്ത് കച്ചവടക്കാരൊക്കെ ഈ സ്പേസിലൊക്കെ കയറി കൈയടക്കിയേക്കുകയാണ്. അവരുടെ ജീവിതമാർഗം ഈ കിട്ടുന്ന സ്പേസുകളിലൊക്കെ ഉപയോഗിക്കുകയാണ്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പണ്ടെടുത്തത് ഡാണാപ്പടി മാർക്കറ്റായിരുന്നു. ഇപ്പോൾ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രമാണ്. ഇതൊക്കെയാണ് ഹരിപ്പാടിൻ്റെ അവസ്ഥകൾ. ത്തിന് പോകുന്ന ബസ് നേരെ KSRTC ബസ് സ്റ്റാൻഡിൽ കയറി കറങ്ങി അടിച്ച് തിരിച്ചിവിടെ വന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി കറങ്ങി വേണം പോകാൻ. അതൊക്കെ തീരുമാനം കൊള്ളാം. അതിനുള്ള സ്ഥല സൗകര്യം അവർക്ക് ബസ്സുകാർക്ക് പോകാനുള്ളത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ളതാണ് ഇവിടെ സംശയം. കായംകുളത്തിനുള്ള ഒരു ഫാസ്റ്റാണ് വന്ന് തിരിയാൻ പോകുന്നത്. കണ്ടോ, ഈ ഫുട്പാത്തിൽ കയറി വേണം വണ്ടി തിരിഞ്ഞു പോകാൻ. ഇത്രയും ഇവിടെ ഈ വണ്ടി തിരിഞ്ഞ് വേണം പോകാൻ. എത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നതെന്നുള്ള മനസ്സിലാക്കണം. തിരുവനന്തപുരത്തിനുള്ള ബസ് തിരിയുന്നതിൻ്റെ ഇപ്പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. എത്ര പാടുപെട്ടാണ് ഇവിടെ ബസ്സുകൾ തിരിച്ചുകൊണ്ട് പോകുന്നതെന്ന് നോക്കിക്കണം. അതുകൊണ്ട് ആ ബസ് അവിടെ ചെന്ന് കുടുങ്ങി. ഇനി ആ ബസ് റിവേഴ്സ് എടുത്തിട്ട് വേണം പോവാൻ. ഇന്നലെ എത്ര അപകടം നടന്നറിയാവോ? ബസ് അപകടം നടന്നല്ലേ? ഇന്നലെ ഞാൻ 2-3 എണ്ണത്തിന് പൊക്കിയെടുത്ത്. അതാണ് ഇവിടുത്തെ ഇവിടെ ഒരു ഹോം ഗാർഡ് പോലും ഇല്ല. അതാണ് ഇത്രയും ഈ പ്രശ്നം നടക്കുന്ന ഈ KSRTCയുടെ ഈ ജംഗ്ഷനിൽ ഒരു ഹോം ഗാർഡോ പോലീസോ ഒന്നും ഇവിടെ ഇല്ല. ഇത് കണ്ട, ഇന്ന് രാവിലെ 2 ബസ് തട്ടിയിട്ട് പോയത്. പോസ്റ്റ് തട്ടുന്നത് കണ്ടോ? മാറിക്കോണേ. വലിയ ഡേഞ്ചർ നടക്കുന്നു, വലിയ അപകടങ്ങൾ. KSRTC തന്നെ ഡയറക്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നം തീരാനുള്ള ഒരു നിസ്സാര കാര്യമാണ് ഇവിടെ കിടന്ന് പെടാപ്പാട് വിടുന്നത്. ഈ കാണുന്ന ഈ സ്പേസ് ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഡ്രൈവർമാർക്ക് സുഗമമായി വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും.
ഇനി നമുക്ക് മാധവ ജംഗ്ഷനിലോട്ടൊന്ന് പോവാം. ഇത് ഹരിപ്പാട് മാധവ ജംഗ്ഷനാണ്. ഇവിടുത്തെ ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഇതൊക്കെ സ്പാനുകളൊക്കെ ഇതൊക്കെ തീർന്നുകൊണ്ടിരിക്കുക ആണ്. ഇവിടെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ പൊടിപടലം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടുമാണ്. വീപുരം അതായത് തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിയണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വേണം ഇവിടെയും പോകുവാൻ. ഇതാണ് ഇവിടെ യാതൊരു പോലീസ് ഹോം ഗാർഡ് സംവിധാനമോ ഒന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നതും KSRTCയിലെ പ്രശ്നവും പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ വൻ അപകടങ്ങളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. കാരണം ഇവിടുന്ന് വേണ്ട തിരുവല്ല ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് അവിടെ പോയി തിരിയുന്നത്. തിരിഞ്ഞു വരുന്ന കാഴ്ചകളാണ്. നേരെ ചൊവ്വേ തിരിയാനുള്ളൊരു സംവിധാനം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ. എത്രയോ വണ്ടികൾ വന്ന് പോകുന്ന സ്ഥലമാണ്. ട്രാഫിക്കിന് ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തോ ചേച്ചി ഇവിടുത്തെ ട്രാഫിക് പ്രശ്നം എന്തോ പ്രശ്നം കൊടയങ്ങ മാറ്റിക്ക് എന്തോ മണിക്കൂറുകളോളം നിൽക്കുവാ ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റത്തില്ല, ബസ് കാത്തു നിൽക്കാനും പറ്റുന്നില്ല. ഇല്ല യാത്രക്കാർക്ക് ഈ ബസ്സിൽ പോകുക. ഓക്കെ. കൊടും ചൂടിലെ യാത്രക്കാർക്ക് ഇവിടെ നിന്ന് കയറി നിൽക്കാനുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് പോട്ടെ, ഒരു സംവിധാനവും ഇവിടെ. തുരുതുരെ ആംബുലൻസ് തെക്ക് വടക്ക് പായുകയാണ്. ഒരു ഭാഗ്യം. കാഞ്ഞൂർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സൈഡ് ഏതാണ്ട് പകുതി ഭാഗം നല്ല രീതിയിൽ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി അടുത്തൊരു മെറ്റലിങ്ങും ടാറിങ്ങുമാണ്. ആലപ്പുഴ ജില്ലയിൽ ടാറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പഴയ ഹൈവേയിൽ നിന്ന് ഏതാണ്ടൊരു 2 അടി പൊക്കത്തിലാണിത്
ചെയ്തേക്കുന്ന നല്ല അടിപൊളിയായിട്ട് ലെവലിങ് കഴിഞ്ഞ് കിടക്കുന്ന കാഴ്ചയുണ്ട്. പൊടി നല്ല രീതിയിലുണ്ട്. സുഖം ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസ്ക് നിർബന്ധമായും ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്ലോഗിലെല്ലാം പറയാറുള്ള മാതിരി കുറേ പട്ടികളാണ്. എത്ര പട്ടികളാണെന്ന് എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ പട്ടികൾ നിരന്ന് കിടക്കുകയാണ്. ഇവിടുത്തെ ഓവർബ്രിഡ്ജിൻ്റെ പണികൾ ഒരു ഇത് തൂണിൻ്റെ ബേസ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് കമ്പിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രാഫിക് പ്രശ്നമാണ്. ഇവിടുത്തെ ഗണ്യമായ രീതിയിലുള്ള പ്രശ്നം. ഇവിടെയൊക്കെ സൂക്ഷിച്ച് ടൂ വീലറിലൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂട് കാര്യമാണ്. മഴ സമയം വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രാഫിക് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോയില്ല എന്നുള്ള വൻ അപകടം ഇവിടെയൊക്കെ പതിയിരിക്കുന്നു. ഹരിപ്പാടും നങ്ങ്യാർകുളങ്ങരയിലും. എന്ത് തിക്നെസ്സാണ് ഇതിന് ഉള്ളത്. ഭയങ്കര ബലമേറിയ, ഇപ്പോൾ പഴയ മാതിരി ഉള്ള കമ്പി, ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ആൻറ്റി കൊറസീവ് കമ്പികളാണ് വരുന്നത്. ഒരു തൂണിൻ്റെ താഴെ നിന്നുള്ള ഇതാണ്. എത്ര താഴെ നിന്നാണ് ഇങ്ങനൊരു തൂൺ ഈ ഓവർബ്രിഡ്ജിൻ്റെ കയറി വരുന്നത് എന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ വടക്കോട്ടിറങ്ങാനുള്ള അവിടെ ഒരു തൂണിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൈവേ നങ്ങ്യാർകുളങ്ങര ജംഗ്ഷൻ. ഇവിടുന്ന് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ദാണ്ട് അവിടെ ഭയങ്കരമായ രീതിയിൽ രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് പോകുന്നത്. പടിഞ്ഞാറ് നിന്ന് വരുന്ന വാഹനങ്ങൾ, കിഴക്ക് നിന്ന് മാവേലിക്കര സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം കൂടി ഇവിടെ ഒരു കുഴഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് കാണാം. ടൂ വീലറും സൈക്കിളുകാരും ഒക്കെ രാവിലെ ജോലിക്ക് പോകുന്നതൊക്കെ കാണാം. ഇവിടെയൊക്കെ ഒരു നിയന്ത്രണം, രാത്രിയിലൊക്കെ ഒരു റിഫ്ലക്ടറൊക്കെ ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവൈഡറൊക്കെ വെച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അപകട സാധ്യതകൾ, അവരുടെ പണികളൊന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ വരുന്ന ടൂ വീലറും ഫോർ വീലറും മറ്റ് ഹെവി വെഹിക്കിൾ വരുമ്പോൾ ഇവിടെ ഒരു അപകടം നല്ല രീതിയിൽ നടക്കാവുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിലെ ട്രാഫിക് പ്രശ്നം പരിഗണിക്കണം ഇതിൻ്റെ കമ്പനികളെല്ലാം, അധികാരികൾ എന്നാണ് പറയുവാനുള്ളത്. നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിൽ ട്രാഫിക്കാണ്. കുറച്ച് ഇപ്പോൾ മോർണിംഗ് ടൈമാണ്. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായ ട്രാഫിക്ക്. ഈ 4 സൈഡിൽ നിന്നുള്ള വണ്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഡൈവേഴ്സനുണ്ട്. പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും മാവേലിക്കര ഭാഗത്തു നിന്നുമൊക്കെ വരുന്ന വണ്ടികൾക്ക് എല്ലാം കൂടി ഇവിടെ ഒരു കൺജക്ഷൻ ആകുകയാണ്. അതൊരു പരിഹാരം ട്രാഫിക്കിൽ നിന്നുണ്ടാകേണ്ടതാണ്. ഇവിടെ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അപകടങ്ങൾ ഇവിടെ പതിയിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ചെയ്യുന്നത്. വലിയ ട്രെയിലറുകളൊക്കെ പോകുന്നുണ്ടോ രാവിലെ. അതുപോലെ ഇപ്പോൾ ഇവിടെ വണ്ടികൾ ക്രമാതീതമായ ടു വീലറും ഒക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.